വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സാരി വെട്ടി ഫ്രോക്ക് തയ്ക്കുന്നതാണ്. അപ്പം നമ്മളൊരു സാരി എടുത്തെങ്കിലും അതിന്റെ അടിയിലത്തെ വർക്ക് കളയണം, മുകളിലത്തെ വർക്കും കളയണം. ആ വർക്കെല്ലാം എടുത്ത് കളയണേ. എന്നിട്ട് അതിന്റെ നടുക്കത്തെ ഭാഗം മാത്രമേ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് തയ്ച്ചു വരുമ്പോൾ സാരിയായിട്ട് തോന്നും. അല്ലെങ്കിൽ സാരിയല്ല, തുണി എടുത്ത് തയ്ച്ചതായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗങ്ങളെല്ലാം കളയണം. ആ ഭാഗങ്ങളെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞേ. പിന്നെ ഇതേ ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നു. ഈ ബ്ലൗസ് പീസും ഇതിന്റെ മുന്താണി ഉണ്ടല്ലോ, ഈ മുന്താണി ഈ ഭാഗവും ഞാൻ എടുത്ത് എന്തിനാണെന്നറിയാമോ? ഈ ഫ്രോക്കിന്റെ അടി ലൈനിങ് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങൾ എടുത്ത്. ബാക്കിയെല്ലാം ഇതകത്തങ്ങ് പോകും, അപ്പൊ അത് പ്രശ്നമില്ലല്ലോ. ബാക്കിയെല്ലാം ഈ ഒരൊറ്റ കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു ഒറ്റ ഡിസൈനിലുള്ളത്, കൈക്കും നടുവിനുമെല്ലാം. അപ്പൊ നമുക്കിത് തയ്ച്ചുകൊണ്ട് വരാം. ഫുൾ കൈയാണ്. അപ്പോൾ തന്നെ ആ ഫ്രോക്ക് ഞാൻ തയ്ച്ചു കഴിഞ്ഞ് നമ്മൾ ആ സാരി വെട്ടി തയ്ച്ചത്, ആ സാരിയുടെ ഒരംശം ഇവിടെ എങ്ങും ചേർത്ത് വെച്ചിട്ടില്ല. ആ ഭാഗങ്ങളൊക്കെ തണ്ട് അടിയിലത്തെയും മുകളിലത്തെയും വർക്കും പടി ഇതെല്ലാം അങ്ങ് കളഞ്ഞു. പിന്നെ ചെയ്തെന്ന് പറയാൻ ഇതുണ്ട്, ലൈനിങ് ഇട്ടിരിക്കുന്ന ഇതിൻ്റെ മുന്താണിയും ഇതിൻ്റെ ബ്ലൗസ് പീസും എടുത്ത ലൈനിങ് ഇട്ടിരിക്കുന്നത് കളഞ്ഞില്ല. ഇതുമല്ല, ഇതിനകത്തെല്ലാം ഇട്ടിരിക്കുന്ന ലൈനിങ്ങും തേണ്ട ഇത് തന്നെയാണ്, ഈ പീസ് തന്നെയാണ് അകത്തിട്ടിരിക്കുന്നത്. ഒരു സാരി കൊണ്ടാണ് ഈ ചെയ്തിരിക്കുന്നത്. ലൈനിങ് ഇട്ടില്ലെങ്കിൽ ഒരു സാരി കൊണ്ട് 2 ഫ്രോക്ക് തയ്ക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാൻ ഈ ഫ്രോക്ക് തയ്ച്ചു കഴിഞ്ഞ് ഈ ഫ്രോക്കിൻ്റെ തേണ്ടി ഇവിടെ 2 തയ്യൽ വരുമല്ലോ, ആ തയ്യലേയും തേണ്ടി ഞാൻ ഓരോ മുത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. And